ഞങ്ങളൊന്നും ഇതൊക്കെ രേഖകൾ കയ്യിലുണ്ടായിട്ട് ഇതൊക്കെ പൊതുസമൂഹത്തിൽ മുൻ ഭരണസമിതിയെക്കുറിച്ച് ചർച്ച ചെയ്യണോ വേണ്ടയോ എന്നുള്ളതാലോ. അപ്പോൾ ഇന്നത്തെ ചില ഡെവലപ്മെൻറ്റ്സ് അറിഞ്ഞപ്പോഴേക്കും ഈ കാര്യങ്ങളൊക്കെ എന്തായാലും ജനങ്ങൾ അറിഞ്ഞിരിക്കട്ടെ എന്ന്. മറ്റൊന്ന് ഹൈമാസ്റ്റ് ലൈറ്റ് ഇതുപോലെ 10 വർഷത്തേക്കാണ് കൊടുത്തത്. വേറൊരു കമ്പനി കിട്ടുന്ന സമയത്ത് നിങ്ങൾ KRFയിൽ പോകും. KRFയിൽ പോയിട്ട് ഞാൻ ഈ ലിസ്റ്റ് വേണമെന്ന് നിങ്ങളുടെ ഈ ലൈറ്റുകൾ എന്തുകൊണ്ട് പ്രകാശിക്കുന്നു. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ ടൂറിസം മാസങ്ങളോളം പുതിയ ഭരണസമിതി ഉൾപ്പെട്ട ടൂറിസ്റ്റുകളോട് സംസാരിക്കും. ആ വിളക്കുകൾ ടൂറിസം കളിക്കില്ല. ശംഖുമുഖം അവരുടെ മുഖത്തൊന്നും എനിക്ക് മനസ്സിലായി. പിന്നീട് ഞാൻ ഇരുത്തി രാവിലെ വലിയ വാർത്ത കൊടുത്തു. പിന്നെ ഞാൻ ഇരുത്തി പറഞ്ഞു കൊടുത്തു ഓരോ ലൈറ്റും ആരുടെ കൊടുത്തു. അതായത് ആ കരാറിൻ്റെ ഒരു അപാകത 10 വർഷത്തേക്കാണ് കൊടുത്തത്. അതായത് 10 വർഷത്തേക്ക് ഇനി ആർക്കും അതിൽ ഇടപെടാൻ പറ്റും. അത് അങ്ങനെ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ എങ്ങനെ കൊടുക്കാൻ പറ്റും? പുത്തരിക്കണ്ടം മൈതാനത്ത് ഏറ്റവും കൂടുതൽ മാർക്കറ്റുള്ള സമയം ഓണക്കാലമാണ്. അത് വാങ്ങിയിരിക്കുന്ന തുക എത്ര അറിയും? 15,000 രൂപ. വലിച്ചെറിയുന്നതിനെ നിയന്ത്രിക്കുവാനും പൂർണ്ണമായിട്ടും അവസാനിപ്പിക്കുവാനും കുറച്ചുകൂടി അവരുടെ പ്രവർത്തനം മെച്ചപ്പെടുത്താനുള്ള ചർച്ചകൾ നടന്നു. അപ്പോൾ നിങ്ങൾ നാളെ ഈ ഡ്രെയിനേജ് ബ്ലോക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ അവർ എന്ത് ചെയ്യും? 46 വാർഡിലേ നമുക്ക് ഡ്രെയിനേജ് സിസ്റ്റം ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യും? മെഷീനറിയുടെ ആവശ്യം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മെഷീനറിയുടെ ആവശ്യം ഉണ്ട്. അതായത് മെഷീനറി നമുക്ക് വേണ്ടത് ഇപ്പോൾ ഹിറ്റാച്ചി. ഇവിടുത്തെ ഹിറ്റാച്ചി വർഷങ്ങളായിട്ട് ഓടാതെ വർക്ക്ഷോപ്പിലാണ്. അപ്പോൾ ആ ഹിറ്റാച്ചി പണി എടുക്കുന്നതിനെക്കുറിച്ച് ഇപ്പോൾ എടുക്കുന്നതിനെക്കുറിച്ച് ഞങ്ങൾ ആലോചന നടത്തി. അതിൻ്റെ പ്രവർത്തനം കഴിഞ്ഞ ആഴ്ച തന്നെ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ എല്ലാ കാര്യങ്ങളും പറയാത്തതാണ്. ഗ്യാരേജിൽ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ആ ഹിറ്റാച്ചിനെ രംഗത്തിറക്കുവാനുള്ള നടപടികളിലേക്ക് പോവുകയാണ്. പിന്നെ ഈ ബ്രിഡ്ജുകളുടെ അടിയിലേക്ക് പോയി ക്യാമറ ഫിറ്റ് ചെയ്ത് കണ്ടുപിടിച്ച് കൊണ്ടുവരേണ്ട ഉപകരണങ്ങൾ അത് നമുക്ക് സംഘടിപ്പിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ ഈ അവൈലബിൾ എക്യുപ്മെൻറ്റ്സ് ഉപയോഗിച്ചും അല്ലാത്ത സ്ഥലങ്ങളിൽ മാനുവലായിട്ട് ചെയ്യുവാനാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. ഞാൻ അതാണ് പറഞ്ഞത്, മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും ഒക്കെ ഇടപെടൽ കൂടുതൽ വരുന്ന ഘട്ടത്തിൽ, ജില്ലാ കളക്ടറുടെയൊക്കെ നേതൃത്വത്തിലുള്ള വരുന്ന ഘട്ടത്തിൽ നമുക്ക് കൂടുതൽ അത് ശരിക്കും റോഡിനെ തന്നെ സംരക്ഷണം ഇല്ലാത്തൊരു അവസ്ഥ വരികയാണ്. അതായത് വഞ്ചിയൂര് മുതൽ ഏകദേശം ഇങ്ങോട്ടുള്ള എല്ലാ ഭാഗങ്ങളിലും ഈ മാലിന്യം സ്ഥിരമായിട്ട് വരുന്നു. അതിനെന്തെങ്കിലും ഒരു മാർഗം? അതിൻ്റെ മാർഗം സ്ക്വാഡ് ശക്തമാക്കിയിട്ടുണ്ട്. സ്ക്വാഡിന് വേണ്ടിയിട്ട്, ഹെൽത്ത് സ്ക്വാഡിന് വേണ്ടിയിട്ട് പുതിയ 2 വാഹനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. അവിടെ സർവൈലൻസ് ശക്തമാക്കിയിട്ടുണ്ട്. നേരത്തെ നിലനിന്ന കുറേ തൊഴിലാളി പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയാം. അവരുമായിട്ട് ചർച്ച ഇന്ന് രാത്രി അവരുമായിട്ടൊരു അനൗപചാരിക സംഭാഷണം നടക്കുന്നുണ്ട്. അവരുടെ കുറച്ചുകൂടി അവർ ഈ വലിച്ചെറിയുന്നതിനെ നിയന്ത്രിക്കുവാനും പൂർണ്ണമായിട്ടും അവസാനിപ്പിക്കുവാനും കുറച്ചുകൂടി അവരുടെ പ്രവർത്തനം മെച്ചപ്പെടുത്താനുള്ള ചർച്ചകൾ നടത്തുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു കൺഫ്രണ്ടേഷന് പോകുന്നതിന് പകരം പരസ്പരം ധാരണയിലൂടെയും ചർച്ചയിലൂടെയൊക്കെ തന്നെ ഈ പ്രശ്നം പരിഹരിക്കാനാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പരിഹരിക്കുവാനും ഒപ്പം തന്നെ വലിച്ചെറിയുന്നവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കുവാനാണ് കോർപ്പറേഷൻ ആലോചിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഒരു 40 പമ്പുകൾ മോട്ടോറുകൾ ഞങ്ങൾ ഇപ്പോൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. 35 5 കൂടെ സംഘടിപ്പിക്കുന്നുണ്ട്. ഓരോ പ്രദേശത്തും ആവശ്യം വരുന്നതനുസരിച്ചിട്ട് പമ്പ് വെച്ച് ഈ പല സ്ഥലത്തും ഈ ചേറുൾപ്പെടെ പമ്പ് ചെയ്ത് മാറ്റുവാണ്. വെള്ളത്തോടൊപ്പം വരുന്ന മറ്റുള്ള അവശിഷ്ടങ്ങൾ ഉൾപ്പെടെ പമ്പ് ചെയ്ത് മാറ്റാൻ സാധിക്കുന്ന പമ്പുകൾ എവിടെയാണോ ചില വാർഡുകളിൽ സ്ഥിരം വേണം, അവിടെ നേരത്തെ കൊടുക്കും. ബാക്കിയുള്ളിടത്തൊക്കെ ഏത് സമയത്താണോ ആവശ്യം, ഇപ്പോൾ തമ്പാനൂർ അതിൻ്റെ അത് വെച്ച് മാത്രം സാധിക്കില്ല. ഇപ്പോൾ വഞ്ചിയൂരൊക്കെ വരുമ്പോഴേക്കും പമ്പ് വെച്ച് നമുക്ക് പെട്ടെന്ന് പമ്പ് ചെയ്ത് മാറ്റി കഴിഞ്ഞാൽ സാധിക്കും. അങ്ങനെയുള്ള പരീക്ഷണങ്ങളും നടത്തുന്നു. ഉണ്ട്. ഇല്ല, നോട്ടീസ് കൊടുക്കാൻ ആരംഭിച്ചില്ല. കാരണം നോട്ടീസ് കൊടുക്കുന്നതിന് മുമ്പ് അവർക്ക് ഓൾട്ടർനേറ്റീവ് കണ്ടെടുത്ത് കൊടുക്കണ്ടേ. അല്ലെങ്കിൽ അവർ നിങ്ങൾ നാളെ ഈ ഡ്രെയിനേജ് ബ്ലോക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ അവർ എന്ത് ചെയ്യും? 46 വാർഡിലേ നമുക്ക് ഡ്രെയിനേജ് സിസ്റ്റം ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യും? ഞങ്ങളിപ്പോൾ വൃത്തിയാക്കാൻ ഇറങ്ങുന്നതിന് മുൻപ് ഈ തുറന്നു വിടുന്ന നടപടി ഉണ്ടല്ലോ, അതിനെ അവസാനിപ്പിക്കണമെങ്കിൽ അവർക്കൊരു ഓൾട്ടർനേറ്റീവ് കണ്ടെത്തണം. അതിനുള്ള പരിശ്രമമാണ് ആദ്യം നടത്തുന്നത്. എവിടെയെങ്കിലും ചെറിയ STP ഉണ്ടാക്കാൻ സാധിക്കുമോ, അല്ലെങ്കിൽ സെപ്റ്റിക് ടാങ്ക് ഇട്ടിട്ട് കൃത്യസമയത്ത് കോർപ്പറേഷൻ നേതൃത്വം കൊടുത്തുകൊണ്ട് അതിനെ സക്ക് ചെയ്ത് മാറ്റാൻ വേണ്ടി ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ട് അവരോട് ബ്ലോക്ക് ചെയ്യാൻ പറയാൻ പറ്റും. എല്ലായിടും ആയിട്ടില്ല, ഐഡന്റിഫൈ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. മാറ്റാനുള്ള ഗ്യാരേജിൻ്റെ മാത്രമല്ല, ഇതിൻ്റെ ചുറ്റും ഉണ്ട്. മാറ്റുവാനുള്ള 2 സ്ഥലം ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ തന്നെ ഞാൻ തന്നെ നേരിട്ട് പോയി കണ്ടു. ആ സ്ഥലത്തേക്ക് മാറ്റാനുള്ള
ആലോചനയുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ മാറ്റും. പറയാം, ഞാൻ പറയാം, തെരുവുനായ്ക്കളിലേക്ക് വരാം. അതിനുമുമ്പ് ഈ ലൈറ്റിൻ്റെ കാര്യത്തിൽ ഒരു വ്യക്തത കാണുമല്ലോ. ഇവിടുത്തെ കോർപ്പറേഷനിലുള്ള ലൈറ്റുകൾ ചിലതൊന്നും തെളിയുന്നില്ല, ചിലതൊക്കെ തെളിയുന്നില്ല. അപ്പോൾ എനിക്കായിട്ട് ലൈറ്റുകളെക്കുറിച്ച് പറയുമ്പോൾ പൊതുവേ ഒരു ധാരണ, ഈ കോർപ്പറേഷൻ്റെ പരിധിയിലുള്ള ലൈറ്റുകളൊക്കെ തന്നെ കോർപ്പറേഷൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ് എന്നാണ് പൊതുവെ ഒരു ധാരണ പരന്നിട്ടുള്ളത്. എന്നാൽ എല്ലാവരുടെയും കുറേ പേർക്ക് അറിയാം, കുറച്ചു പേർക്ക് അതിലൊരു അറിവ് ഇല്ലാതെ ഉണ്ട് ഇക്കാര്യത്തെക്കുറിച്ച്. അതായത് കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കൊടുത്ത മാധ്യമപ്രവർത്തകരെ വിളിച്ചിട്ട് ഞാൻ സംസാരിക്കുമ്പോഴാണ് ആ മാധ്യമപ്രവർത്തക ഈ എല്ലാ ലൈറ്റും കോർപ്പറേഷൻ്റെതല്ല എന്ന് അറിയുന്നത് തന്നെ. അവരുടെ മുഖത്തുനിന്ന് എനിക്ക് മനസ്സിലായി. പിന്നീട് ഞാൻ ഇരുത്തി, രാവിലെ വലിയ വാർത്ത കൊടുത്തു, പിന്നെ ഞാൻ ഇരുത്തി പറഞ്ഞു കൊടുത്തു ഓരോ ലൈറ്റും ആരുടെ ഉടമസ്ഥ. അതായത് കോർപ്പറേഷനിൽ കാണുന്ന ലൈറ്റുകളൊക്കെ തന്നെ റോഡ് ഫണ്ട് ബോർഡിൻ്റെ 2000 ലൈറ്റുണ്ട്. റോഡ് ഫണ്ട് ബോർഡിൻ്റെ ഉടമസ്ഥതയിലുള്ള അവർ സംസ്ഥാന സർക്കാരിൽ നിന്നും മെയിൻ്റനൻസിന് വേണ്ടി പണം വാങ്ങുന്ന 2000 ലൈറ്റുകൾ, ഉദ്ദേശം 2000, കുറച്ച് കൂടിയിരിക്കാം, ലൈറ്റുണ്ട്. ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉത്തരവാദിത്വത്തിലുള്ള ടൂറിസം പണം മുടക്കേണ്ടതായിട്ടുള്ള ലൈറ്റുകളുണ്ട്. സ്മാർട്ട് സിറ്റിക്കുണ്ട്, നാഷണൽ ഹൈവേക്കുണ്ട്, അതോടൊപ്പം കോർപ്പറേഷനുണ്ട്. ഒരു ഏകദേശം 97,000 ലൈറ്റുകളാണ് കോർപ്പറേഷൻ്റെ ഉടമസ്ഥതയിലുള്ളത്. ഉദ്ദേശം 2000 ലൈറ്റ് KRFBക്കാണുള്ളത്. പിന്നെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും അതിനനുസരിച്ചുണ്ട്. ഇനി സ്ഥലം പറയാം. ഇപ്പോൾ വഴയിലയിൽ നിന്ന് ആരംഭിച്ച് പേരൂർക്കട വഴി വെള്ളയമ്പലം വഴി അവസാനിക്കുന്ന റോഡ്, ആ റോഡിലുള്ള എല്ലാ ലൈറ്റും KRFBയുടേതാണ്. വഴയിലയിൽ നിന്ന് ആരംഭിച്ച് പേരൂർക്കട വഴി വെള്ളയമ്പലം വരെ വരുന്ന റോഡിലുള്ള മീഡിയനിലിരിക്കുന്ന, സെൻട്രൽ മീഡിയനിലിരിക്കുന്ന ലൈറ്റ്, അതെല്ലാം KRFBയുടേതാണ്. ഇനിയും KRFBയുടെ ഞാൻ അടുത്തത് പറയാം. വെള്ളയമ്പലം തൈക്കാട് സ്മാർട്ട് റോഡിലുള്ള ലൈറ്റ് KRFBയുടേതാണ്. വെള്ളയമ്പലം ശാസ്തമംഗലം റോഡിലുള്ള ലൈറ്റ് KRFBയുടേതാണ്. വെള്ളയമ്പലം LMS അട്ടക്കുളങ്ങര തമ്പാനൂര്, ഈ ലൈറ്റ് KRFBയുടേതാണ്. എയർപോർട്ട് മുതൽ പാളയം വരെയുള്ള റോഡിൻ്റെ സെൻട്രൽ മീഡിയൻ മാത്രം, അതിൽ ആ റോഡ് പാളയം മുതൽ എയർപോർട്ട് വരെയുള്ളതിൻ്റെ സെൻട്രൽ മീഡിയനിലിരിക്കുന്ന ലൈറ്റ് മുഴുവൻ KRFBയുടെ ഉടമസ്ഥയിലുള്ളതാണ്. വഞ്ചിയൂർ ജനറൽ ഹോസ്പിറ്റൽ റോഡിൻ്റെ സൈഡിലുള്ള ലൈറ്റ്, അവിടെ KRFB ബോർഡ് തന്നെ വെച്ചിട്ട്, പലതും തെളിയാത്തല്ല, KRFB എന്നുള്ള ബോർഡാണ് ഇരിക്കുന്നത് തൊട്ടതാണ്. KRFBയുടെ കേരള റോഡ് ഫണ്ട് ബോർഡിൻ്റെ ഉടമസ്ഥയുള്ള ലൈറ്റാണ്. ഈ ലൈറ്റുകളുടെ ഒക്കെ തന്നെ മെയിൻ്റനൻസിന് വേണ്ടി KRFBക്ക് വർഷാവർഷം സംസ്ഥാന സർക്കാർ പൈസ കൊടുക്കുന്നുണ്ട്. ഈ ലൈറ്റുകളാണ് തെളിയാത്തതിൽ ഏറെക്കുറെ കൂടുതൽ ലൈറ്റ്. അതോടൊപ്പം തന്നെ സ്മാർട്ട് സിറ്റിക്ക്, സ്മാർട്ട് റോഡുകളുടെ ഒക്കെ തന്നെ സൈഡിലുള്ള ലൈറ്റ് സ്മാർട്ട് സിറ്റി ലൈറ്റ് ഉടമസ്ഥയിലുള്ള ലൈറ്റാണ്. അതിന് മെയിൻ്റനൻസിലുള്ള പണം അവർ തന്നെ AMC വെച്ചിട്ടുണ്ട്. ടൂറിസം, പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ചുറ്റുമുള്ള വിളക്കും അതോടൊപ്പം തന്നെ ശംഖുമുഖത്തുള്ള വിളക്കുകളും ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് ഉത്തരവാദിത്തമുള്ള ടൂറിസത്തിനുള്ള ഫണ്ടുണ്ട്. കോർപ്പറേഷൻ്റെ കൈവശം, കോർപ്പറേഷൻ്റെ ഉത്തരവാദിത്തമുള്ള ലൈറ്റ്, PWD റോഡുകളിലുള്ള ലൈറ്റുകൾ, അതോടൊപ്പം തന്നെ KSEBയുടെ ഇലക്ട്രിക് പോസ്റ്റുകളുടെ ലൈറ്റും ഞങ്ങളുടെ ഉത്തരവാദിത്തമുള്ളതാണ്, കോർപ്പറേഷൻ ഉത്തരവാദിത്തമുള്ളതാണ്. മെയിനായിട്ട് ഇതാണ് ലൈറ്റുകളുടെ അവസ്ഥ. അപ്പോൾ ആ ലൈറ്റുകൾ, കോർപ്പറേഷൻ്റെ ഉത്തരവാദിത്തമുള്ള ലൈറ്റുകളാണ് കോർപ്പറേഷന് മെയിൻ്റനൻസ് നടത്താൻ പറ്റുന്നത്. അത് നടത്തുവാനുള്ള ഉത്തരവാദിത്തം കോർപ്പറേഷനുള്ളൂ. മറ്റെല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകൾക്കും അതാത് ഡിപ്പാർട്ട്മെൻറ്റുകൾ ഫണ്ട് കൊടുക്കുന്നുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ഈ മാധ്യമ സമ്മേളനം കഴിഞ്ഞ് ഇന്ന് തന്നെ, അല്ലെങ്കിൽ കിട്ടുന്ന സമയത്ത് നിങ്ങൾ KRFBയിൽ പോകണം. KRFBയിൽ പോയിട്ട്, ഞാൻ ഈ ലിസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾ എല്ലാവർക്കും തരാം, ഈ ലൈറ്റുകൾ എന്തുകൊണ്ട് പ്രകാശിക്കുന്നില്ല. ഈ ലൈറ്റുകൾ കഴിഞ്ഞ ദിവസവും ഇതിനു വേണ്ടി യോഗം വിളിച്ചു. KRFBയുടെ ഉദ്യോഗസ്ഥരെ വിളിച്ച് യോഗം നടത്തുകയും അവരുടെ സാന്നിധ്യത്തിൽ ഇതെല്ലാം പ്രകാശിക്കുന്നില്ലെന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്തു. എന്നിട്ട് KRFB നടപടി സ്വീകരിച്ചിട്ടില്ല. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ മുൻപിൽ ടൂറിസം മാസങ്ങളോളം പുതിയ ഭരണസമിതി ഉൾപ്പെടെ ടൂറിസത്തിനോട് സംസാരിച്ചു. ആ വിളക്കുകൾ ടൂറിസം തെളിയിച്ചിട്ടില്ല. ശംഖുമുഖത്ത് കാണുന്ന ഈ ഇരുട്ടിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം ടൂറിസത്തിൻ്റെ ലൈറ്റുകൾ തെളിയാത്തതാണ്. PWDക്കും കുറച്ച് ലൈറ്റ് ഉണ്ട്. അപ്പോൾ ഈ ലൈറ്റുകളൊക്കെ തന്നെ തെളിയാതിരിക്കുമ്പോഴേക്കും ഇതൊക്കെ കോർപ്പറേഷൻ്റെ ഉത്തരവാദിത്തമാണെന്ന തരത്തിൽ വ്യാഖ്യാനിക്കുന്നത് അവസാനിപ്പിക്കണമെന്നാണ് പറയുവാനുള്ളത്. കോർപ്പറേഷൻ്റെ ഉത്തരവാദിത്തമുള്ള ലൈറ്റുകൾ 48 മണിക്കൂറിലപ്പുറം അണഞ്ഞു കിടന്നാൽ, രാത്രി കാലങ്ങളിൽ അണഞ്ഞു കിടന്നാൽ ആ കമ്പനികൾക്ക് ഫൈൻ ഈടാക്കുന്നുണ്ട്.
ഇനി കോർപ്പറേഷൻ്റെ കാര്യത്തിലും പറയാം. മുൻ ഭരണസമിതി 3 കമ്പനികൾക്കാണ് കോർപ്പറേഷൻ ലൈറ്റുകൾ തെളിയിക്കുവാനുള്ള കരാർ കൊടുത്തിട്ടുള്ളത്. ആ കരാറിൻ്റെ വിശദാംശങ്ങൾ ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം, ഫയലിവിടെ ഇരിപ്പുണ്ട്. ആ കരാറിൽ ഞങ്ങൾ കണ്ട ഒരു അപാകത, അത് മുൻ ഭരണസമിതിയുടെ കാര്യങ്ങളൊന്നും അങ്ങനെ എല്ലാ ഫയലുകളും എടുത്ത് വെച്ചിട്ട് പത്രസമ്മേളനം നടത്തി പറയേണ്ടെന്ന് കരുതിയിട്ടാണ് ഇത്രയും ദിവസം പറയാതിരുന്നത്. ഇനിയിപ്പോൾ പറയാതിരിക്കാൻ നിർവാഹമില്ല. ആ കരാറിൻ്റെ ഒരു അപാകത 10 വർഷത്തേക്കാണ് കൊടുത്തേക്കുന്നത്. അത് 10 വർഷത്തേക്ക് ഇനി ആർക്കും അതിൽ ഇടപെടാൻ പറ്റരുത്. അത് അങ്ങനെ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് എങ്ങനെ കൊടുക്കാൻ പറ്റുന്നത്? 10 വർഷത്തേക്ക് 3 കമ്പനികളെ വിളിച്ചിട്ട് എന്ത് പ്രോസസ്സാണ് അവർ കംപ്ലൈൻറ്റ് ചെയ്തതെന്ന് അറിയില്ല, പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഒരു പക്ഷേ ലീഗലിയൊക്കെ പക്കയാണോ ആയിരുന്നു എന്നൊക്കെ നോക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അന്ന് തന്നെ ഇതിലെ അനോമലീസ് വിലയിരുത്തിയിട്ട് പ്രതിപക്ഷത്തിരുന്ന BJP വളരെ ശക്തമായിട്ട് ഞങ്ങൾ നടത്തിയ ഒരു സമരം അത് തന്നെയായിരുന്നു. വളരെ പ്രക്ഷോഭം പറഞ്ഞു, 10 വർഷത്തേക്ക് ഒരു കമ്പനിക്ക് കൊടുക്കാൻ പാടില്ല, ലക്ഷക്കണക്കിന് രൂപകൾ കൊടുക്കാൻ പാടില്ല, കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടിരുന്നു. അപ്പോൾ 10 വർഷത്തേക്കാണ് 3 കമ്പനികൾ കൊടുത്തിരിക്കുന്നത്. ആ കരാറിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ വിശദമായ ചർച്ചയും പഠനവും ആവശ്യമുണ്ട്. ആ കരാർ ആർക്കാണെങ്കിൽ പരിശോധിക്കേണ്ടി ഇരിക്കുന്നുണ്ട്. മറ്റൊന്ന് ഹൈമാസ് ലൈറ്റ്. ഹൈമാസ് ലൈറ്റ് ഇതുപോലെ 10 വർഷത്തേക്കാണ് കൊടുത്തിരിക്കുന്നത് വേറൊരു കമ്പനിക്ക്. അപ്പോൾ 10 വർഷത്തേക്ക് കരാറ് കൊടുത്തിട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയൊക്കെ വന്ന പാകപ്പിഴകളും പാളിച്ചകളുമാണ്. പുതിയ ഭരണസമിതിക്ക് ഇടപെടാൻ പരിമിതിയുണ്ട്. വളരെ അവധാനതയോട് കൈകാര്യം ചെയ്യൽ. നാളെ ഹൈക്കോടതിയിലൊക്കെ ഇത് കേസ് വന്നു കഴിഞ്ഞാൽ വർഷങ്ങളോളം ആ കേസ് അവിടെ കിടക്കുകയും ലൈറ്റുകൾ അണഞ്ഞു കിടക്കുകയും ചെയ്യും. അപ്പോൾ വളരെ സൂക്ഷ്മതയോടെ മാത്രം പോകേണ്ട പാതകളിലൂടെ പോകാൻ ഉള്ള പരിശ്രമമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 10 വർഷത്തെ കരാറ് എവിടെയെങ്കിലുമൊക്കെ ഞങ്ങളുടെ ശ്രദ്ധയിൽ ഒരു ഭരണസമിതിയും ഇങ്ങനെ കൊടുത്തതായിട്ട് ഞങ്ങൾ ഒരുപാട് സ്ഥലമൊന്നും ഭരിച്ചിട്ടില്ല, കേട്ടിട്ടില്ല. ഇനി വേറൊരു കലാപരിപാടിയൂടെ പറയാം. ഇപ്പോൾ ഇത് പുത്തരിക്കണ്ട മൈതാനത്തിൻ്റെ കഥയാണ്. അതായത് 2026 ഈ വർഷം ഓണത്തിന് ഒരു സർക്കസ് കമ്പനിക്ക് കൊടുക്കണമെന്ന് കഴിഞ്ഞ വർഷം തന്നെ തീരുമാനിച്ച് ഉത്തരവിറക്കിയിരിക്കുകയാണ്. അന്നത്തെ ഡെപ്യൂട്ടി മേയർ ഫിനാൻസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഉത്തരവിറക്കിയിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. 2025 തെരഞ്ഞെടുപ്പ് വരികയാണ്, പുതിയ ഭരണസമിതി 26 അധികാരത്തിൽ വരും എന്നൊക്കെ അറിയാമായിരുന്നിരിക്കെ 2025 ഒക്ടോബറിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഒക്ടോബർ ലാസ്റ്റായിരുന്നു, നവംബറിലായിരുന്നു. ഒക്ടോബറിൽ തന്നെ ഫിനാൻസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി 2026 സർക്കസ് കമ്പനിക്ക് ആർക്ക് കൊടുക്കണമെന്നുള്ള തീരുമാനിച്ച് ഉത്തരവിറക്കിയിരിക്കുകയാണ്. അതിൽ വാങ്ങുന്ന ഏത് സമയത്തേക്കാണെന്ന് പറയും? ഓണക്കാലം. പുത്തരിക്കണ്ടം മൈതാനത്ത് ഏറ്റവും കൂടുതൽ മാർക്കറ്റുള്ള സമയം ഓണക്കാലമാണ്. അത് വാങ്ങിയിരിക്കുന്ന തുക എത്രയെന്ന് അറിയോ? 15,000 രൂപ ഒരു ദിവസത്തേക്ക്. ഇന്ന് അതിൻ്റെ 10 ഇരട്ടി തരാൻ തയ്യാറായിട്ട് ആൾക്കാർ വരുമ്പോഴേക്കും മൈതാനം ബ്ലോക്ക് ചെയ്തിരിക്കുക. കഴിഞ്ഞ വർഷം തന്നെ കൊടുത്തിരിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കണം. ഞങ്ങളതൊന്നും ഇതൊക്കെ രേഖകൾ കയ്യിലുണ്ടായിട്ട് ഇതൊക്കെ പൊതുസമൂഹത്തിൽ മുൻ ഭരണസമിതിയെക്കുറിച്ച് ചർച്ച ചെയ്യണോ വേണ്ടയോ എന്നുള്ളതാലോ. അപ്പോൾ ഇന്നലത്തെ ചില ഡെവലപ്മെൻറ്റ്സ് അറിഞ്ഞപ്പോഴേക്കും കാര്യങ്ങളൊക്കെ എന്തായാലും ജനങ്ങൾ അറിഞ്ഞിരിക്കട്ടെ എന്ന് കരുതി ഇത് ശക്തമായിട്ട് എതിർത്തു. ഫിനാൻസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ എതിർത്തു. മിനിറ്റ്സിലുണ്ട്. ഫിനാൻസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ എതിർത്തു. വാക്കൗട്ട് നടത്തി. ഫിനാൻസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ കൗൺസിൽ എതിർത്തു. കൗൺസിൽ വാക്കൗട്ട് നടത്തി. ഞങ്ങൾക്കന്ന് ഭൂരിപക്ഷമില്ല. അന്നത്തെ മാധ്യമങ്ങൾ എടുത്ത് നോക്കിയാൽ അറിയാം. അന്നത്തെ വാർത്തകളൊന്നും കണ്ട് എല്ലാ പത്രങ്ങളിലും വന്നിട്ടുണ്ട് വാർത്ത. ഞങ്ങൾ വാക്കൗട്ട് നടത്തി പോയതിൻ്റെ ഒരു പ്രശ്നം അതായിരുന്നു. അല്ല, ഞാൻ പറഞ്ഞത് അതായത് അതുകൊണ്ടാണല്ലോ ഞങ്ങളിപ്പോൾ പറയുന്നത് ഭൂരിപക്ഷമുള്ള കൗൺസിലിൻ്റെ തീരുമാനമായിരുന്നു. പക്ഷേ ഓണക്കാലത്ത് 15,000 രൂപയാണോ പുത്തരിക്കണ്ടം മൈതാനത്തേക്ക് ഒരു ദിവസം കിട്ടേണ്ടതെന്നുള്ളത് പൊതുസമൂഹം ആലോചിക്കണം. ഭൂരിപക്ഷം, ഞാനത് അഡ്മിറ്റ് ചെയ്തു അങ്ങ് പറഞ്ഞത് ഭൂരിപക്ഷമുള്ള കൗൺസിൽ പാസ്സാക്കിയത് തന്നെയാണ്. പക്ഷേ ഓണക്കാലത്ത് ഒരു സർക്കസ് കമ്പനി വന്ന് പുത്തരിക്കണ്ടം മൈതാനം പോലുള്ള സ്ഥലമെടുത്ത് സർക്കസ് നടത്തുമ്പോൾ 15,000 രൂപയാണോ കോർപ്പറേഷന് കിട്ടേണ്ടത്? അതിൻ്റെ 10 ഇരട്ടി തരാൻ വേണ്ടി ആൾക്കാരുള്ളപ്പോൾ. അപ്പോൾ ഇങ്ങനെയുള്ള ചില കരാറുകൾ 10 വർഷത്തേക്കൊക്കെ നീട്ടിക്കൊടുത്ത കരാറുകളും ഇതുപോലുള്ള ചില കരാറുകളും പുതിയ ഭരണസമിതിയെ ചില കാര്യങ്ങളിൽ കുറച്ച് ആശങ്കയിലാഴ്ത്തുന്നുണ്ട്.